സാസ് ഹിന്ദി ലേണിംഗ് സ്കൂളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 9ാം ക്ലാസ്സുകാരുടെ 1ാമത്തെ യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്ററായ നാഗാർജുൻ്റെ ഒരു കവിതയാണ്. ഏതാണ് കവിത? ബഹുത് ദിനോ കെ ബാദ് എന്ന് പറയുന്ന നാഗാർജുൻ്റെ കവിത നമുക്ക് നോക്കാം. കവിത കാ നാം ക്യാ ഹെ? കവിതയുടെ പേരെന്താണ്? ബഹുത്ത് ദിനോ കെ ബാദ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഒരുപാട് നാളുകൾക്ക് ശേഷം. ബഹുത്ത് എന്ന് പറഞ്ഞാൽ വളരെ, ദിൻ എന്ന് പറഞ്ഞാൽ ദിവസം, കെ ബാദ് എന്ന് പറഞ്ഞാൽ ശേഷം. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം എന്നാണ് ഈ കവിതയുടെ പേര്. അപ്പം നമുക്ക് നാഗാർജുനെ ആദ്യം ഒന്ന് പരിചയപ്പെടാം. नागार्जुन हिंदी के प्रगतिशील साहित्यकार नागार्जुन का जन्म बिहार के दरभंगा में हुआ. ഹിന്ദി കെ പ്രഗതിശീല സാഹിത്യകാർ, ഹിന്ദിയിലെ പ്രഗതിശീല സാഹിത്യകാരനായ, പ്രഗതിശീല എന്ന് പറഞ്ഞാൽ പുരോഗമനവാദിയായ സാഹിത്യകാരന്മാരിൽ ഒരാളായ നാഗാർജുൻ കാ ജന്മ, നാഗാർജുൻ്റെ ജനനം ബീഹാർ കെ ദർഭംഗാമേ ഹുവ, ബീഹാറുകാരനാണ്, ബീഹാറിലെ ദർഭംഗയിലായിരുന്നു. ഉൻകാ മൂല നാം വൈദ്യനാഥ് മിശ്ര, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് എന്താണ്? വൈദ്യനാഥ് മിശ്ര എന്നാണ്. ഉനോനെ, അദ്ദേഹം മൈഥിലി, ബംഗള തഥാ സംസ്കൃത में भी രചനായെ की है. അദ്ദേഹം ഹിന്ദിയിൽ മാത്രമല്ല മൈഥിലി ഭാഷയിലും ബംഗള ഭാഷയിലും അതുപോലെ സംസ്കൃതത്തിലും ഒരുപാട് രചനകൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. സധരംഗെ പങ്കോംവാലി, രതിനാഥ് കെ ചാച്ചി, ബൽസനമ, വരുൺ കെ ബേട്ടെ ആദി ഉൻകി പ്രമുഖ രചനായം ഹെ. അപ്പോൾ സദരംഗെ പങ്കോംവാലി എന്ന് പറയുന്നതും രതിനാഥ് കി ചാച്ചി എന്ന് പറയുന്നത്, ബൽസനമ, വരുൺ കെ ബേട്ടെ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രമുഖമായ രചനകളാണ്. ഒരുപാട് രചനകൾ ഇദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ടവയാണ് ഇവിടെ എടുത്ത് തന്നിരിക്കുന്നത്. ഭാരത് ഭാരതി സമ്മാൻ, സാഹിത്യ അക്കാദമി പുരസ്കാർ ആദി സേ വേ വിഭൂഷിത് ഹെ. ഇനി അദ്ദേഹത്തിന് സാഹിത്യ മേഖലയിൽ ഭാരതഭാരതി സമ്മാൻ എന്ന് പറയുന്ന പുരസ്കാരവും സാഹിത്യ അക്കാദമി പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജനന മരണ വർഷങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ജന്മ 30 ജൂൺ 1911, 1911 ജൂൺ 30 ജനിക്കുകയും മൃത്യു 5 നവംബർ 1998, 1998 നവംബർ 5 അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു. വളരെ പ്രഗത്ഭനായ ഹിന്ദി സാഹിത്യത്തിന് ഇന്ന് മുതൽക്കൂട്ടാകുന്ന ഒരു കവിയാണ് നമ്മുടെ നാഗാർജുൻ. അപ്പം നാഗാർജുൻ്റെ പ്രസിദ്ധമായ ഒരു കവിതയാണ് ബഹുത് ദിനോ കെ ബാദ്. ഒരുപാട് നാളത്തെ പട്ടണ ജീവിതത്തിന് ശേഷം തൻ്റെ സ്വന്തം ഗ്രാമത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിനുണ്ടായ അനുഭൂതിയാണ് ഈ ഒരു കവിതയിൽ. തൻ്റെ ഗ്രാമത്തിൽ എത്തിച്ചേർന്നപ്പോഴുണ്ടായ സന്തോഷകരമായ അനുഭവങ്ങൾ അദ്ദേഹം ഈ കവിതയിലൂടെ നമുക്ക് പങ്കുവെക്കുകയാണ്. അപ്പോൾ ഗ്രാമഭംഗിയാണ്, ഗ്രാമത്തിൻ്റെ മനോഹാരിതയാണ് നമുക്ക് ഈ കവിതയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബഹുത് ദിനോ കെ ബാദ്, നാഗാർജുൻ കവിത. ബഹുത് ദിനോ കെ ബാദ് അബ്കി मैंने जी भर देखी पकी सुनहली फसलों की मुस्कान बहुत दिनों के बाद. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ബഹുത്ത് ദിനോ കെ ബാദ്, ഒരുപാട് നാളുകൾക്ക് ശേഷം. ബഹുത്ത് എന്ന് പറഞ്ഞാൽ വളരെ, ദിൻ എന്ന് പറഞ്ഞാലോ ദിവസം, കെ ബാദ് എന്ന് പറഞ്ഞാലോ ശേഷം. അബ്കി मैंने जी भर देखी, മേം ഞാൻ, അല്ലേ? ജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മനസ്സ്. ജി ഭർ ദേക്കി, മനസ്സ് നിറയെ ഞാൻ കണ്ടു. ഞാൻ എൻ്റെ ഗ്രാമത്തിലേക്ക് കുറേ നാളുകൾക്ക് ശേഷം മടങ്ങി വന്നപ്പോൾ എൻ്റെ മനസ്സ് നിറയെ ഞാൻ കണ്ടു. എന്താ കണ്ടത്? പക്കി സുൻഹലി ഫസലോം കി മുസ്കാൻ. പക്കി സുൻഹലി, പാകമായ സ്വർണ്ണ നിറത്തിലുള്ള, ഫസൽ എന്ന് പറഞ്ഞാൽ വിളവിൻ്റെ, മുസ്കാൻ എന്ന് പറഞ്ഞാലോ പുഞ്ചിരി. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്? എൻ്റെ മനസ്സ് നിറയെ ഞാൻ കണ്ടു, പാകമായ സ്വർണ്ണ നിറത്തിലുള്ള വിളവുകളുടെ പുഞ്ചിരി ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ ആ വയൽ പ്രദേശമാകെ പഴുത്ത് പാകമായി നിൽക്കുന്ന വിളവ് കണ്ട് എൻ്റെ മനസ്സാകെ നിറഞ്ഞ് സന്തോഷിച്ചു എന്നാണ് ഇവിടെ നാഗാർജുൻ പറയുന്നത്. ഈ ഒരു സ്റ്റാൻസയുടെ മീനിങ് നോക്കുകയാണെങ്കിൽ ബഹുത്ത് എന്ന് പറഞ്ഞാൽ വളരെ, ദിൻ എന്ന് പറഞ്ഞാൽ ദിവസം, കെ ബാദ് എന്ന് പറഞ്ഞാൽ ശേഷം, ജി എന്ന് പറഞ്ഞാൽ മനസ്സ്, ഭർ എന്ന് പറഞ്ഞാൽ നിറയെ, ദേക്കി എന്ന് പറഞ്ഞാലോ കണ്ടു, പക്കി സുൻഹലി എന്ന് പറഞ്ഞാൽ എന്താണ്? പാകമായ സ്വർണ്ണ നിറത്തിലുള്ള, ഫസൽ എന്ന് പറഞ്ഞാൽ വിളവ്, മുസ്കാൻ എന്ന് പറഞ്ഞാൽ പുഞ്ചിരി. അടുത്ത വരികളിലൂടെ അദ്ദേഹം എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ബഹുത് ദിനോ കെ ബാദ് അബ്കി മേ ജി ഭർ സുൻ പായ ധാൻ കൂട്ടത്തി കിശോരിയോ കി കോകിൽ ഖണ്ഡി ധാൻ. ബഹുത് ദിനോ കെ ബാദ്,
നെല്ലുകുത്തുന്ന പെൺകുട്ടികളുടെ കുയിൽനാദം പോലെയുള്ള പാട്ട് കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ മനസ്സ് നിറയെ എനിക്ക് കേൾക്കാൻ സാധിച്ചു എന്നാണ് ഈ വരികളിലൂടെ പറയുന്നത്. ബഹുത്ത് ദിനോ കെ ബാദ്, കുറേ നാളുകൾക്ക് ശേഷം അല്ലെങ്കിൽ വളരെ ദിവസങ്ങൾക്ക് ശേഷം, അബ്കി ഇപ്പോൾ, മേൻ ജി ഭർ സുൻ പായ, ഞാൻ മനസ്സ് നിറയെ കേട്ടു. സുൻപായ കേട്ടു എന്നർത്ഥം. എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. എന്താ കേൾക്കാൻ കഴിഞ്ഞേ? കുറേ നാളുകൾക്ക് ശേഷം എൻ്റെ ഗ്രാമത്തിൽ മടങ്ങിയെത്തിയപ്പോൾ എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത് എന്താണ്? ധാൻ കൂട്ടുത്തി കിശോരിയോങ്കി കോകില് കണ്ടി താൻ. ധാൻ കൂട്ടുത്തി എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ നെല്ല് ധാന്യങ്ങളൊക്കെ കുത്തുമായിരുന്നു. ഇപ്പോഴൊക്കെയാണ് നമുക്ക് മെഷീനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്? ധാൻ കൂട്ടുത്തി, നെല്ല് കുത്തുന്ന, കിശോരിയോങ്കി പെൺകുട്ടികളുടെ അല്ലെങ്കിൽ യുവതികളുടെ, കോകില് ഖണ്ഡിത്താൻ അവരുടെ കുയിൽനാദമായിട്ടുള്ള പാട്ടുകൾ ഞാൻ എൻ്റെ മനസ്സ് നിറയെ കേട്ടു എന്നാണ്. എൻ്റെ ഗ്രാമത്തിൽ മടങ്ങി വന്നപ്പോൾ കൊയ്ത്തും അതുപോലെ തന്നെ നെല്ല് കുത്തുന്ന സ്ത്രീകളുടെ പാട്ടും കേട്ടെൻ്റെ മനസ്സാകെ സന്തോഷിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. പണ്ട് കാലത്ത് ജോലിയിൽ ഏർപ്പെടുന്ന ആളുകളെല്ലാം പാട്ടുപാടി അല്ലേ, അവരുടെ ആ ജോലി ഭാരം കുറയ്ക്കാൻ വേണ്ടി പാട്ടുപാടുമായിരുന്നു താളത്തിനൊക്കെ. അപ്പോൾ ഇവിടെ നെല്ല് കുത്തുന്ന കിശോരികളുടെ കുയിൽനാദം പോലെയുള്ള പാട്ടുകൾ കേട്ട് എൻ്റെ മനസ്സാകെ സന്തോഷിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ പാരഗ്രാഫിലെ വാക്കുകളുടെ മീനിങ് എന്ന് പറയുന്നത്, ധാൻ കൂട്ടിന എന്ന് പറഞ്ഞാൽ നെല്ല് കുത്തുക, കിശോരി എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ, കോകില് കണ്ടി എന്ന് പറഞ്ഞാൽ കുയിൽനാദം, താൻ എന്ന് പറഞ്ഞാൽ നാദം, ശബ്ദം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. നെക്സ്റ്റ് വരിയിലൂടെ അദ്ദേഹം എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. ബഹുത് ദിനോ കെ ബാദ് അബ്കി मैंने जी बरसूंगे मौल सिरी के ढेर ढेर से ताजे ठड़के फूल. ബഹുത് ദിനോ കെ ബാദ്, ഏറെ നാളുകൾക്ക് ശേഷം ഇലഞ്ഞിയുടെ പുത്തൻ പൂക്കളുടെ ഗന്ധം ഞാൻ മനസ്സ് നിറയെ ആസ്വദിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ്? ബഹുത് ദിനോ കെ ബാദ്, ഒരുപാട് നാളുകൾക്ക് ശേഷം, അബ്കി മെന്നെ ജി ബർസൂങ്കെ, എൻ്റെ മനസ്സ് നിറയെ ഞാൻ ആസ്വദിച്ചു. സൂങ്കിന മണക്കുക, നന്നായിട്ട് ഞാൻ സ്മെല്ല് ആസ്വദിച്ചു. മൗൽസിരി കെ ഠേർ ഠേർ സെ, എന്താണ് മൗൽസിരി? നമ്മുടെ ഇലഞ്ഞിപ്പൂക്കളാണ്. കാണാൻ ചെറുതാണെങ്കിലും വളരെ സുഗന്ധമുള്ള ഒരു ഫ്ലവറാണ് മൗൽസിരി ഫൂല് അഥവാ ഇലഞ്ഞിപ്പൂക്കൾ. അതിൻ്റെ ഠേർ ഠേർ സേ താസേ ടട്കെ ഫൂൽ, കൂമ്പാരമായിട്ടുള്ള ഇലഞ്ഞിപ്പൂക്കളുടെ താസേ ടടുക്കെ ഫൂൽ. താസേ ടടുക്കെ എന്ന് പറഞ്ഞാൽ പുതുപുത്തനായ ആ പൂക്കളുടെ സുഗന്ധം ഞാൻ മനസ്സ് നിറയെ ആസ്വദിച്ചു എന്നാണ്. അപ്പോൾ ഇവിടെ എന്താണ്? സൂങ്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സുഗന്ധം ആസ്വദിക്കുക അല്ലേ? ജീഭർ, മനസ്സ് നിറയെ ഞാൻ സുഗന്ധം ആസ്വദിച്ചു. എന്തിൻ്റെ? മൗൽസിരി, മൗൽസിരി ഇലഞ്ഞിപ്പൂക്കൾ. ഠേർ ഠേർ എന്ന് പറഞ്ഞാൽ കൂമ്പാരം, ഒരു കൂട്ടം എന്നൊക്കെയുള്ള അർത്ഥമാണ്. താസേ ടടക്കെ പുതുപുത്തനായ. അപ്പോൾ ഇവിടെ എന്താണ്? കുറേ നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ ഗ്രാമത്തിൽ മടങ്ങിയെത്തിയിട്ട് ഇവിടെ നിന്ന് ഞാൻ എന്താസ്വദിച്ചു എന്നാ പറഞ്ഞേ? ഇലഞ്ഞിപ്പൂക്കളുടെ സുഗന്ധം, പുതുപുത്തനായ ഇലഞ്ഞിപ്പൂക്കളുടെ സുഗന്ധം ഞാൻ വളരെ നാളുകൾക്ക് ശേഷം ആസ്വദിച്ചു എന്ന് നമ്മുടെ നാഗാർജുൻ പറയുന്നു. അടുത്ത വരികളിലൂടെ അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ബഹുത് ദിനോ കെ ബാദ് അബ്കി മേം ജി ഭർ ചൂപായ അപ്പിനി ഗവൈ പഗഡണ്ടി കി ചന്ദൻ വർണ്ണി ധൂൾ. ബഹുത് ദിനോ കെ ബാദ്, എന്താണ് ഇതിലൂടെ പറയുന്നത്? ഏറെക്കാലത്തിന് ശേഷം എൻ്റെ ഗ്രാമീണ പാതയിലെ ചന്ദനപ്പൊടി സന്തോഷകരമായി സ്പർശിക്കാൻ എനിക്ക് സാധിച്ചു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബഹുത് ദിനോ കെ ബാദ്, ഒരുപാട് നാളുകൾക്ക് ശേഷം, അബ്കി മേ ജി ഭർ ചൂപായ, എൻ്റെ മനസ്സ് നിറയെ ഞാൻ സ്പർശിച്ചു. ചൂപ്പാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊടുക, സ്പർശിക്കുക എന്നർത്ഥം, അല്ലെങ്കിൽ തൊട്ടു എന്നർത്ഥം. എന്താണ്? അപ്പിനി ഗവൈ പകടണ്ടിക്ക് ചന്ദൻ വർണ്ണി ധൂൽ. അപ്പിനി തൻ്റെ, ഗവൈ ഗ്രാമീണമായ, പകടണ്ടി, എന്താണ് പകടണ്ടി? ഒറ്റയടിപ്പാത അല്ലെ? ഗ്രാമത്തിലെ വഴികളും പട്ടണത്തിലെ വഴികളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഗ്രാമത്തിലെ മൺപാതകൾ, പുല്ലുകൾ നിറഞ്ഞ മൺപാതകളിലൂടെ അവിടുത്തെ ചന്ദനവർണ്ണത്തിലുള്ള പൊടി, തിരക്കുകളില്ലാത്ത നമ്മുടെ ഗ്രാമഭംഗിയാർന്ന മൺ റോട്ടിലൂടെ അതിൻ്റെ ആ സൗന്ദര്യം സ്പർശിച്ചറിയാൻ എനിക്ക് സാധിച്ചു എന്ന്. കാരണം പട്ടണത്തിലൊക്കെ ആകുമ്പോൾ വാഹനങ്ങളുടെ തിക്കും തിരക്കും ഒക്കെ ആയിരിക്കും അല്ലേ? റോഡിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാനൊന്നുള്ള സമയം നമുക്ക് അവിടെ കിട്ടില്ല. ഗ്രാമത്തിലെ റോഡിൻ്റെ ഭംഗിയാണ് ഇവിടെ കവി ഈ വരികളിലൂടെ വർണ്ണിച്ചിട്ടുള്ളത്.
ചന്ദനവർണ്ണത്തിലുള്ള ഒറ്റയടിപ്പാതയുടെ ഗ്രാമീണ സൗന്ദര്യം സ്പർശിച്ചറിയാൻ എന്നെക്കൊണ്ട് സാധിച്ചു എന്ന്, വളരെ സന്തോഷത്തോടു കൂടി സാധിച്ചു എന്ന് നാഗാർജുൻ പറയുന്നു. അപ്പോൾ ഈ വരികളുടെ പ്രധാനപ്പെട്ട വാക്കുകൾ എന്ന് പറയുന്നത് ചൂന തൊടുക, സ്പർശിക്കുക എന്നുള്ള അർത്ഥമാണ്. ഗവൈ ഗ്രാമീണമായ, പകടണ്ടി ഒറ്റയടിപ്പാത അല്ലെങ്കിൽ മൺ റോഡ് എന്നുള്ളൊരർത്ഥമാണ്. ധൂൾ എന്താണ്? പൊടിയാണ്. നെക്സ്റ്റ് വരികളിലൂടെ അദ്ദേഹം എന്ത് പറയാൻ ആഗ്രഹിക്കുന്നു നമുക്ക് നോക്കാം. ബഹുത് ദിനോ കെ ബാദ് അബ് കി മേനെ ജീബർ താൽ മഖാന ഖായ, ഖന്നെ ചൂസേ ജീബർ ബഹുത് ദിനോ കെ ബാദ്. വളരെ നാളുകൾക്ക് ശേഷം എൻ്റെ മനസ്സ് നിറയെ താൽ മഖാന ഞാൻ ഭക്ഷിച്ചു. അതുപോലെ തന്നെ കരിമ്പിൻ രസം ഞാൻ എൻ്റെ ചുണ്ടുകൊണ്ട് മതിവരുവോളം ആസ്വദിച്ച് കുടിച്ചു എന്നാണ് ഇവിടെ കവി പറയുന്നത്. തൻ്റെ ഗ്രാമത്തിലേക്ക് മടങ്ങി വന്നപ്പോൾ താൽമഖാന സ്വാദോടുകൂടി ഞാൻ ഭക്ഷിക്കുകയും അതുപോലെ കരിമ്പിൻ നീര് ഞാൻ മതിവരുവോളം ആസ്വദിക്കുകയും ചെയ്തു എന്ന് പറയുന്നു. എന്താണ് താൽമഖാന? താൽമഖാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഔഷധ ചെടിയാണ്. വെള്ളപ്രദേശങ്ങളുടെ ചുറ്റുവട്ടത്താണ് ഇത് ഉണ്ടാവുക. കുളങ്ങളും അതുപോലെ നദികളുടെയും വെള്ളപ്രദേശത്തിൻ്റെ ചുറ്റുപാടുകളിലായി വളരുന്ന ഒരു സസ്യമാണ് താൽമഖാന. അപ്പോൾ അതിൻ്റെ കായ, അതിൻ്റെ വിത്ത് ഭക്ഷിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അത് മതിവരുവോളം ഭക്ഷിക്കാൻ നമ്മുടെ നാഗാർജുന് സാധിച്ചു എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഗന്നെ ചൂസേ ജീഭർ. ഗന്നെ എന്താണ്? കരിമ്പ്. ചൂസേ എന്ന് പറഞ്ഞാൽ ചുണ്ടുകൊണ്ട് അതിൻ്റെ രസം വലിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ കരിമ്പ് നമുക്ക് കടിച്ച് തിന്നാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിൻ്റെ രസം മതിവരുവോളം ഞാൻ ചുണ്ടുകൊണ്ട് മനസ്സ് നിറയെ ഞാൻ ആസ്വദിച്ച് കുടിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഗ്രാമത്തിലേക്ക് വന്നപ്പോൾ താൽമഖാന സന്തോഷത്തോടെ കഴിക്കാനും ഗന്നയുടെ രസം ആസ്വദിക്കാനും കഴിഞ്ഞു എന്ന്, അല്ലെങ്കിൽ ഗന്ന എന്താണ്? കരിമ്പിൻ രസം കുടിക്കാനും എനിക്ക് സാധിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. താൽമഖാന ഔഷധ ചെടിയാണ്. ഖന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരിമ്പാണ്. ചൂസ എന്ന് പറഞ്ഞാൽ ചുണ്ടുകൊണ്ട് രസം കുടിക്കുക എന്നുള്ളൊരർത്ഥമാണ് കേട്ടോ. ബഹുത് ദിനോ കെ ബാദ്, ഒരുപാട് നാളുകൾക്ക് ശേഷം, അബ്കി മേനെ ജീബർ താൽമഖാന ഖായ, ഞാൻ എൻ്റെ മനസ്സ് നിറയെ താൽമഖാന കഴിച്ചു. അതുപോലെ തന്നെ ഖന്നെ ചൂസേ ജീബർ, കരിമ്പിൻ്റെ രസവും ഞാൻ ചുണ്ടുകൊണ്ട് കുടിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്തതായി അദ്ദേഹം പറയുന്നത് ബഹുത് ദിനോ കെ ബാദ് അബ് കി മേനെ ജീഭർ ഭോഗെ ഗന്ധ രൂപ രസ് ശബ്ദ സ്പർശ് സബ് സാത്ത് സാത്ത് ഇസ് ഭൂപർ ബഹുത് ദിനോ കെ ബാദ്. വളരെ കാലത്തിന് ശേഷം ഞാൻ എൻ്റെ മനസ്സ് നിറയെ അനുഭവിച്ചു. ഗന്ധവും രൂപവും രുചിയും വാക്കുകളും സ്പർശവും എല്ലാം ഒരുമിച്ച് ഒരേ സമയം ഏറെ കാലത്തിന് ശേഷം ഈ ഭൂമിയിൽ ഞാൻ ആസ്വദിച്ചു എന്നാണ്, മനസ്സ് നിറയെ ഞാൻ അനുഭവിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ബഹുത് ദിനോ കെ ബാദ്, ഒരുപാട് നാളുകൾക്ക് ശേഷം, അബ് കി മേനെ ഞാൻ ജീഭർ ഭോഗെ, മനസ്സ് നിറയെ ഭോഗെ അനുഭവിച്ചു. എന്തെല്ലാമാണ് അനുഭവിച്ചത്? ഗന്ധം, രൂപം, രസ് എന്താണ്? രുചി, ശബ്ദ് വാക്കുകൾ, സ്പർശം, ഇത് എല്ലാം സാത്ത് കൂടെ ഒന്നിച്ച് ഇസ് ഭൂപ്പർ ഈ ഭൂമിയിൽ, ഈ ഗ്രാമത്തിൽ ഇവിടേക്ക് വന്നപ്പോൾ ബഹുത് ദിനോ കെ ബാദ് ഒരുപാട് നാളുകൾക്ക് ശേഷം എനിക്ക് അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്താണ് ഇവിടെ ഇത് പറയാനുണ്ടായ കാരണം? ഗന്ധ് എന്ന് ഉദ്ദേശിച്ചത് നമ്മളോട് പറഞ്ഞു അല്ലേ, ഇലഞ്ഞിപ്പൂക്കളുടെ ഗന്ധം അദ്ദേഹത്തിന് മനസ്സ് നിറയെ ആസ്വദിക്കാൻ സാധിച്ചു. രൂപ്, ഇവിടെ എന്താണ് രൂപ് എന്ന് പറഞ്ഞിട്ടുള്ളത്? നമുക്കറിയാം, വയലുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രസം എന്ന് പറയുന്നതോ കരിമ്പിൻ രസം അല്ലേ, ആ രുചി, അതാണ് ഉദ്ദേശിക്കുന്നത്. ശബ്ദം എന്ന് പറഞ്ഞാലോ ആ കിശോരികളുടെ കോകില് കണ്ടീത്താന് പറഞ്ഞിരുന്നു, അതാണ് ഇവിടെ വാക്കുകളായിട്ട് കൊടുത്തിട്ടുള്ളത്. സ്പർശം എന്ന് ഉദ്ദേശിച്ചത് എന്താണ്? ഇദ്ദേഹം പകടണ്ടിയിലൂടെ നടന്നപ്പോൾ ആ മണ്ണിൽ സ്പർശം, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഗ്രാമീണ ഭംഗിയെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്ന നാഗാർജുൻ്റെ ബഹുത് ദിനോ കെ ബാദ് എന്ന് പറയുന്ന കവിതയാണ് നമ്മളിവിടെ പഠിച്ചത്. ഇവിടുത്തെ അർത്ഥമെന്ന് പറയുന്നത് ഭോഗ്ന, അനുഭവിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഈ കവിതയുടെ ആശയം, പരീക്ഷയിൽ നമുക്ക് 4 വരികൾ തന്നിട്ട് അതിൻ്റെ ആശയം എഴുതാൻ പറയും. അപ്പോൾ ഓരോ വരികളുടേതായിട്ട് 4 വരി വീതമുള്ളവയുടെ ആശയങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതുപോലെ ആശയങ്ങൾ തന്നിട്ട് വരി കണ്ടുപിടിക്കാൻ പറയാറുണ്ട്. അതുപോലെ ഒരുപാട് ആക്ടിവിറ്റീസ് ഈ കവിതാഭാഗത്തിലുണ്ട്. അപ്പോൾ ഇതെല്ലാമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.